ഹലോ ഗൈസ്, മൈ ഡ്രീം ഫാമിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ടല്ലേ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കുള്ള പണിയാണ്. അപ്പോൾ നമ്മുടെ പണി എന്തെന്ന് വെച്ചാൽ രാവിലെ പുലർച്ചയ്ക്ക് ഒരു 4:30 എണിച്ച് പശുവിനെ കറക്കാൻ തുടങ്ങിയാൽ ഞാനും എൻ്റെ ഉമ്മയും കൂടിയിട്ടാണ് കറക്കുന്നത്. അപ്പോൾ പുലർച്ചയ്ക്ക് കറക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ പാല് വീട്ടുപാൽ കുപ്പിയിലാക്കി, പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിക്കുള്ള പാലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ സൊസൈറ്റിക്ക് ഫസ്റ്റ് പോകും. പിന്നെ കഴിഞ്ഞ് വീട്ടുപാൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്ത് തരുന്നതായിരിക്കും എന്തായാലും, നമ്മുടെ രാവിലത്തെ പണി അതുപോലെ തന്നെ ഉച്ചത്തെ പണിയൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടുപാലൊക്കെ വരുമ്പോൾ വെച്ചിട്ട് വന്നിട്ടാണ് ഒരു 10 മിനിറ്റ് പിന്നെയും റെസ്റ്റ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് പല്ല് തേച്ച് ചായ കുടിച്ച് ഒരു 7:30-8 മണിയാകുമ്പോൾ തന്നെ ഞാൻ പശുക്കളിനെയൊക്കെ കൊണ്ടുവരും പുഴയ്ക്ക്. അത് പുഴയിൽ എത്ര തന്നെ വെള്ളം ഉണ്ടെങ്കിലും നമ്മുടെ പശുക്കൾ കൈ കെട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാം കിടക്കും. അത് കഴിഞ്ഞ് ഈ കാണുന്ന തൊടി കാണില്ലേ, ഇതിൻ്റെ മുകളിലാണ് നമുക്ക് റോഡ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതിൽ കൂടെ വന്നിട്ടാണ് പുഴയിലേക്ക് കടത്തുന്നത്. എന്നിട്ട് ഞാൻ ഒരു 7:30 ആകുമ്പോൾ കടത്തി വിടും. അതുപോലെ തന്നെ ഒരു 7:30-8 മണി ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 8:15-8:30 സമയമാവും. കാരണം ആടുകളുടെ സ്പീഡിനനുസരിച്ചിട്ടാണ്. നല്ല സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും, അതല്ലെങ്കിൽ അതിനനുസരിച്ച് എത്തുള്ളൂ. ഇപ്പം നമ്മുടെ പശുക്കൾ ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ ഈ പുഴേൻ്റെ ഈ സൈഡിലേക്ക് വന്നാൽ നല്ല വിശാലമായി നല്ല വാഗമരങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നല്ല കൂളിങ്ങാണ്. ഇപ്പോൾ ചുട്ടുകൊള്ളുന്ന വെയിലാണ്, അതായത് മഴ സമയത്ത് വരുന്ന വെയിലിന് നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ പശുക്കൾ ഈ മരത്തണലിൽ വന്ന് കിടക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ പശുക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഒരു പശു വീട്ടിലുണ്ട്, അത് കുത്തിവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറിനെ വിളിച്ചിട്ട് വീട്ടിൽ നിർത്തിയതാണ് നമ്മുടെ മുട്ടപ്പശുവിനെ. ഇത് നമ്മുടെ ഒരു കടിഞ്ഞൂൽ പശുവാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 17 ലിറ്റർ പാല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പോത്ത് കൂട്ടങ്ങളിലെ നമ്മൾ പെരുന്നാൾ ചന്തയിൽ മേടിച്ച പോത്തായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വെള്ളച്ചി, നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോസിൽ കണ്ടാവും, നമ്മുടെ ചെറിയൊരു വെള്ള പശുക്കുട്ടി, അതാണിത്. പിന്നെ അത് നമ്മുടെ കൊമ്പി ഫസ്റ്റുള്ളതാണ്. ഇത് നമ്മൾ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച കടിഞ്ഞൂൽ പശു നമ്മളെ എലിപ്പാറ ചന്തയിൽ നിന്ന് മേടിച്ചാണ്. ചെനപ്പശു നമ്മൾ അറുക്കാൻ കൊടുക്കുന്നത് കാണുമ്പോൾ ഞാൻ മേടിച്ചായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പശുക്കളൊക്കെ കയറാൻ തുടങ്ങി. ഇനിയും വരെ ഒരു മൂരിക്കുട്ടിയും ഒരു പശുവും കൂടി ഉണ്ട്. അത് വീട്ടിൽ വരാത്തതുകൊണ്ട് അവിടെ നിർത്തിയതാണ്. ഒന്നിന് കുത്തിവെക്കുന്നതുകൊണ്ടോ ഒന്നും വന്നില്ല. അപ്പോൾ നല്ല കൂളിംഗ് ആയതുകൊണ്ടാണ് പശുക്കൾ ഇവിടെ തന്നെ കിടക്കുക. അതല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ പശുക്കൾ കിടന്നതാണ്. ഈ നിലം കാണുകയാണല്ലേ, ചാണകമൊക്കെ ഇട്ട് ഇവിടെ മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് പശുക്കൾ ദിവസം കിടക്കുക. ഞാനൊരു 12 മണിയാകുമ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പോൾ കറക്റ്റ് സമയം പറയണമെങ്കിൽ സമയം ഏകദേശം ഒരു 12:20 ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് 1 മണിക്ക് കറവ തുടങ്ങിയാൽ നമ്മളൊരു 2 മണിയാകുമ്പോഴേക്കും നമ്മുടെ കറവ തീരും. 5 പശുക്കളും കറക്കുന്നതാണ് നമുക്ക്. അപ്പോൾ 2 മണിക്ക് കറവ തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്ക് കറവ കഴിഞ്ഞാൽ നമ്മൾ വീട്ടുപാൽ ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സൊസൈറ്റിക്ക് വിടും. ഉച്ചയ്ക്ക് ശേഷം ഒരു 17 ലിറ്റർ 18 ഏറിയാൽ 20 ലിറ്റർ വരയ്ക്കും ഉച്ചയ്ക്ക് നമുക്ക് വരും. രാവിലെ സൊസൈറ്റിക്ക് മാത്രം 22 ലിറ്റർ ആ ഒരു ആവറേജ് കണക്ക് വരും. അപ്പോൾ ആ കണക്കെത്തുമ്പോൾ നമുക്ക് പാലിന് നഷ്ടമൊന്നും വരുന്നില്ല. ഇപ്പം നമ്മുടെ സൊസൈറ്റി പൊൽപ്പുള്ളി സൊസൈറ്റിയാണ്. അവിടെ ഏകദേശം കിട്ടുന്നത് 42 രൂപ 20 പൈസ അങ്ങനെ എന്താണ് കിട്ടുന്നത്. തികച്ച് 43 രൂപ നമുക്കില്ല. പക്ഷേ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന പാലിൻ്റെ റേറ്റ് 52 രൂപയാണ്. അതായത് വീട്ടിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ കുപ്പിയിലാക്കി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് 52 രൂപ. ഏകദേശം ടോട്ടൽ 50 ലിറ്റർ പാല് വരുന്നുണ്ട്. ഇതിൽ 10 ലിറ്റർ പാല് വീട്ടുപാലും 40 ലിറ്റർ പാല് സൊസൈറ്റിക്കും പോകും. ചില സമയത്ത് ഉച്ചയ്ക്ക് പാല് കുറയുന്നത് കൊണ്ട് തന്നെ ഒരു 45 ലിറ്ററൊക്കെ നമ്മൾ കണക്കാക്കുള്ളൂ. കാരണം എപ്പോഴും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം 20 ലിറ്റർ വരില്ല. രാവിലെ കൺഫേമാണ് 20ആണ്.
20ൻ്റെ മുകളിലേക്കാണ് വരിക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പാൽ കൊടുക്കാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി തുടർച്ചയായിട്ട് നമുക്ക് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ ഈ തോട്ടത്തിലാണ് നമുക്ക് ദിവസം മയിലുകളിനെ കാണുക. ഇപ്പോൾ എന്താ കുറേ മയിലുകളുണ്ട്. നമുക്ക് പിന്നെ വെറുതെ മയിലിൻ്റെ വീഡിയോ ഇടണ്ട പറഞ്ഞിട്ടാണ് ഞാൻ അത് ഇടാതിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള പുതിയ അതിഥികളും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച ആടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ആടായിരിക്കും വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ച് ആടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം നമ്മുടെ വീട്ടിലല്ല, തൊട്ടടുത്ത വീടുകളിലായിട്ടുള്ള ആടുകൾ, നല്ല ബ്രീഡിൽപ്പെട്ടിട്ടുള്ള ആടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ പശുക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിന് മേലെയുണ്ട്. ഒരു 3/4 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് ദൂരമുണ്ട്. അപ്പോൾ ഇതല്ലേ നടന്ന് വരണം. നമ്മുടെ പോത്തുകൂട്ടം അതിൽ കൂടെ വരുന്നുണ്ട്, പശുക്കളൊക്കെ ഇതിൽ കൂടെ കയറിപ്പോണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു ഗൈസ്.